നീ പന്ത കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു, എന്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എന്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്ത്ലി ചിലപ്പോൾ 1 lakh, അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഓക്കെ പോയിന്റിലോട്ട് വരാം. സോറി ചേച്ചി. എന്തൊരു പൊളിച്ചതറിയാടോ. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. You shameless creature! Bloody bullshit! എല്ലാം അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവന്റെ 16 അടിയിൽ തന്നെ നടന്നു ഞാൻ. അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് ഇനി വീട്ടിലേക്കുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടും മോട്ടിച്ചും അല്ല. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കട്ടും മോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ ഇനി വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് വയ്യ. 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ശരിക്കുള്ളൂ. എന്നെ പറ്റിച്ചില്ലേ? നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് റൂഡ് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. ചേച്ചി സോറി ചേച്ചി. സോറി. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ.